പ്രിയമുള്ളവരെ, ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്. നമ്മുടെ ഇടയിൽ തെറ്റായി പരക്കുന്നൊരു വാർത്ത, ഒരു ചർച്ച, ആ ചർച്ച സംബന്ധിച്ച യഥാർത്ഥ വസ്തുത ചർച്ച ചെയ്യത്തക്ക തരത്തിൽ ആണ് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം യുവാക്കളടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടിയും മറ്റും പോകുന്നുണ്ട്. പ്രധാനമായും തൊഴിൽ തേടിയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ഏറ്റവും അധികം ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നത്. അത് നിസ്സാര സംഖ്യകളുമല്ല. ഏതാണ്ട് 40 ലക്ഷത്തിൽ പരം പേരാണ് മലയാളികളായിട്ടുള്ളവർ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നത് എന്നാണ് ഒരു ഔദ്യോഗിക കണക്ക്. അതിനേക്കാൾ എത്രയോ കൂടുതലാണ് യഥാർത്ഥ കണക്ക്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അപ്രകാരം ജോലിക്ക് പോകുന്നവർ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നവർ, അവിടെ അവർ ചെന്ന് ജോലി ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന സമ്പത്ത്, അവരുടെ ശമ്പളം, അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ, അവിടുത്തെ ചിലവ് കഴിഞ്ഞാൽ ബാക്കി തുക നാട്ടിലേക്ക് സമ്പാദിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവരുടെ ഒരു നിശ്ചിത കാലഘട്ടത്തിലെ ജോലി കഴിഞ്ഞാൽ അവർ നേരെ തിരിച്ച് നാട്ടിലേക്ക് എത്തുകയുമാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ആ ഒരു യാത്രയുടെ ട്രെൻഡ് കൂടി വരികയാണ്. അങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ടും അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ലീവിന് മാത്രമൊക്കെ വന്നു പോവുക, അവിടെ അങ്ങ് പലരും സെറ്റിൽ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കുടിയേറിപ്പാർക്കുകയാണ്, PR ആകുകയാണ്, പെർമനൻറ്റ് റെസിഡൻസിലേക്ക് അങ്ങ് മാറുകയാണ്. ഇതാണ് യഥാർത്ഥ വസ്തുത. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അത് സംബന്ധിച്ചാണ്. ഇവിടെ ജോലിയില്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, തൊഴിൽ തേടി പോവുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അസുഖം, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ. യഥാർത്ഥത്തിൽ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായ പഠനമില്ലാത്തവരാണ് അത്തരം ഒരു ചർച്ച നടത്തിക്കൊണ്ട് വരുന്നത്. നമുക്കറിയാം, അമേരിക്കയിലായാലും ജർമ്മനിയിലായാലും മറ്റ് സ്വിറ്റ്സർലൻഡിലായാലും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയാലും ഇത്രയും പോകാൻ താല്പര്യം കാണിക്കുന്നതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഡോളറും നമ്മുടെ രൂപയും തമ്മിലുള്ള മൂല്യത്തിൻ്റെ വലിയ അന്തരമാണ്. അതാണ് ഏറ്റവും പ്രധാന ഘടകം. അതിന് വേറെ രാഷ്ട്രീയ വശങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലയിലേക്ക് അത് കെട്ടിവെക്കേണ്ട കാര്യമൊന്നും അത് സംബന്ധിച്ചില്ല. പ്രത്യേകിച്ച് ഓപ്പണായിട്ട് പറഞ്ഞാൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കേണ്ട ആവശ്യമില്ല കാര്യത്തിൽ. എന്താണ് കാരണം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വേളയിൽ നമുക്ക് $1 വാങ്ങണമെങ്കിൽ 4.16 രൂപ കൊടുത്താൽ മതി. 4.16 രൂപ കൊടുത്താൽ, അഥവാ പോട്ടെ 4 രൂപ കൊടുത്താൽ നമുക്കൊരു $1 കിട്ടും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 83.5 83.5 രൂപ കൊടുത്തെങ്കിലേ $1 കിട്ടൂ. ആ $1 നമുക്ക് വാങ്ങണമെങ്കിൽ 83.5 രൂപ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് രൂപയുടെ മൂല്യം ഇടിയാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ കാലമത്രയുമായി ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിനെ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഈ 2 പാർട്ടികൾക്കാണ് രൂപയുടെ മൂല്യം തുച്ഛമായി മാറി വന്നതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് തൊഴിൽ തേടിയൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോയാൽ അവിടെ നിന്ന് $1 കിട്ടിയാൽ ഇവിടെ അത് 83.5 വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ അത് സമ്പാദിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ചിലവുകൾക്ക് ഉപയോഗിച്ചാൽ അവിടെയൊക്കെ വരുന്ന വലിയ ഭീമമായ അന്തരം, ഈ അന്തരം കൊണ്ടുവന്നത്, അതിന് കാരണമായി ഭവിച്ചത്, ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദീർഘകാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും മാത്രമാണ്. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിലേക്ക് അത് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള രാഷ്ട്രീയ തിമിരമാണ് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു വശം നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഈ വിദേശത്തേക്ക് ഉപരിപഠനത്തിലെന്ന് പറഞ്ഞു പോവുക, അവിടെ ചെന്ന് തൊഴിൽ ചെയ്യുക, അവിടെ കുടിയേറി പാർക്കുക, അവിടുത്തെ ആൾക്കാരായി മാറുക. ഇത് മാറുന്നതിനൊരു കാര്യം ചിന്തിച്ചേ. കേരള സംസ്ഥാനത്ത് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു. ഇവിടുത്തെ യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുള്ളതുകൊണ്ട്, മാന്യമായ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ വിദേശത്തേക്ക് പോകാൻ കഴിയുന്നത് എന്ന
യഥാർത്ഥ വസ്തുതയും നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് അവഗണിക്കേണ്ട. കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്താൻ ഇടവന്നതിൻ്റെ ഉത്തരവാദികൾ നമ്മുടെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ പരിശോധിച്ചാൽ അത് രണ്ട് ഘടകങ്ങളാണ് പ്രധാനം. ഒന്ന്, നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വേണ്ടി നടത്തിയ ശ്രമം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വ്യാപകമായി കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അവസരം ഉണ്ടാക്കിയത് ഇവിടെ മതപരിവർത്തനമാണ് ലക്ഷ്യമെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന ക്രിസ്ത്യൻ മതമിഷണറിമാർ അവരിവിടെ വന്ന് വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ സ്ഥാപനങ്ങൾ, അതിൻ്റെ പുരോഗതി, അതാണ് ഒരു അടിസ്ഥാന ഘടകമായി മാറിയത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് 1957 ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, EMSൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ എടുത്ത നിലപാട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് കാര്യം, പലതും എടുത്തു പറയേണ്ടതാണ്. രണ്ട് കാര്യം. ഒന്ന്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാഷ് മുൻകൈയെടുത്ത് ആ സർക്കാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കരണം. ആ പരിഷ്കരണമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിത്തറ പാകിയത്. അതിനകത്ത് ആ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാരും മറ്റൊന്ന് സൂചിപ്പിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമം അതുവഴി സാധാരണക്കാരൻ്റെ കയ്യിൽ, അടിയാന്മാരുടെ കയ്യിൽ, കുടിയാന്മാരുടെ കയ്യിൽ ജന്മികളും മറ്റും കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന ഭൂസ്വത്തുക്കൾ അവരുടെ കൈവശത്തിലേക്കും വന്നു ചേർന്നു. മിച്ചഭൂമി പിടിച്ചെടുത്ത വഴിയായാൽ, അത് കയ്യേറി ആയാൽ, മിച്ചഭൂമി കൊടുത്തത് വഴി വന്നിട്ടുള്ളതായാൽ, കുടിയെടുപ്പവകാശം ലഭിച്ചത് വഴിയായാൽ, അങ്ങനെ വിവിധ രൂപങ്ങളിലൂടെ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് ഭൂമി വന്നു. അവന് ഈ ഭൂമിയിൽ സ്വന്തമെന്നുള്ളതിൽ താമസിക്കാനോ, അവന് പോക്കരോ ചെയ്ത് കരമടച്ച് രസീത് ഉണ്ടാക്കുവാനോ, അവൻ്റെ ഒരു ബാങ്ക് ലോൺ എടുക്കുവാനോ ഒക്കെ അവന് അവസരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഭൂമി സാധാരണക്കാരൻ്റെ വരാനിട വന്നത് തന്നെയാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് ഈ നാടിനെ നയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ക്രിസ്ത്യൻ മതമിഷണറിമാരുടെയും വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മുന്നേറ്റം. അതിനോടൊപ്പം ഈ സർക്കാർ കേരളത്തിലെ 1957 അധികാരത്തിൽ വന്ന EMS സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച വിദ്യാഭ്യാസപരവും ഭൂപരിഷ്കരണപരവുമായിട്ടുള്ള വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ വാങ്ങലാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വിദേശങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കാരണം, അവർ തൊഴിൽ തേടി പോകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെന്ന് പറഞ്ഞ് കാനഡയിലും അമേരിക്കയിലും അതല്ലെങ്കിൽ ഇംഗ്ലണ്ടിലും ഈ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എന്ത് വേണ്ട, ലോകത്ത് എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ മലയാളിയുണ്ട്. അത് അഭിമാനത്തോട് നമുക്ക് പറയാൻ പറ്റും. അവസരങ്ങൾ തേടി, അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി, തൻ്റെ കുടുംബവും വീടും പുലർത്താൻ വേണ്ടി, നമ്മുടെ നാടിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി മലയാളികൾ അവിടെയൊക്കെ ചേക്കേറുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? അവിടെയൊക്കെ ചെന്ന് കയറുന്നത് ഈ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന കാര്യത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങൾ, അത് കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര അടക്കമുള്ള 4 സംസ്ഥാനങ്ങളാണ് 58.5% നമുക്ക് വിദേശ നാണ്യം നേടിത്തരുന്നത്. എന്നാലോചിച്ചേ, 28 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഈ 4 സംസ്ഥാനങ്ങളാണ് ഏതാണ്ട് 60%-നടുത്ത, അഥവാ കൃത്യമായി പറഞ്ഞാൽ 58.5% വിദേശ നാണ്യം നേടിത്തരുന്നത് 4 സംസ്ഥാനങ്ങൾ ആണ് എന്ന് പറയുമ്പോൾ അവരുടെ സംഭാവനയും ഈ കാര്യത്തിൽ ചെറുതല്ല. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ പോയി ഈ അമേരിക്ക അടക്കമുള്ള, ജർമ്മനി അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങൾ പോയിട്ട് തിരിച്ചു വരാതെ ഇരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം, യഥാർത്ഥത്തിൽ അവിടെ നേരത്തെ തന്നെ പോയിട്ടുള്ളവരും അവിടെ ഒരു ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്ന് അവിടെ പെൻഷൻ പറ്റിയുമൊക്കെ ജീവിച്ചു വരുന്നവരോട് ചോദിച്ചാൽ ഇവിടുത്തേനേക്കാൾ അവർക്ക് ഇഷ്ടവും സുഖമൊന്നും ആയിട്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. അതിന് പകരം എന്താ സംഭവിക്കുന്നത്? അവരവിടെ ചെന്ന് കുടിയേറി, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ജീവിതം ഒരു കുടുംബം പോലെ അവിടെ ജീവിക്കുകയാണ്. ആ കുടുംബജീവിതം നയിച്ചു വരുന്ന സമയത്ത് അവരുടെ മക്കൾ, അവരുടെ ജനിച്ചത്
വിദ്യാഭ്യാസം ചെയ്തത്, ജോലി ചെയ്യുന്നതൊക്കെ അവിടെ ആയതുകൊണ്ട് അവർ ജനിച്ചു വളർന്ന സ്ഥലവും അവർ ജനിച്ചു പരിശീലിച്ച് വന്ന ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാം തന്നെ അവിടെ ആയതുകൊണ്ട് ആ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കുണ്ടാകുന്ന നൊസ്റ്റാൾജിയ, ആ നൊസ്റ്റാൾജിയ അവർക്ക് അവിടമാണ്, പേരൻസിന് ഇവിടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചിങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളതുകൊണ്ടും അവിടെ തൊഴിൽ ചെയ്ത് വരുന്നതുമാണ് തിരിച്ചു വരാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറക്കണ്ട. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ഈ മർമറിംഗ് ക്യാമ്പയിൻ നടത്തുന്ന കാര്യത്തിൽ, കിട്ടുന്ന വേദികളിലൊക്കെ പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ അവസരങ്ങൾ കുറവായിട്ടാണ് ഈ വിദേശങ്ങളിലേക്ക് ഇപ്രകാരം പോകുന്നത് എന്ന് നടത്തുന്ന പരാമർശത്തിലെ പൊള്ളത്തരങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് കെ.എൻ. മോഹൻദാസ്.